Welcome to Minna Minanga, powered by Lakshmi Jewelry and celebrated by Eastern. മിന്ന മിനിങ്ങിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ സംഗീത യാത്രയിലേക്ക്. കുപ്പുസ്വാമി സർ സ്വാഗതം. മഹതി മാം മിന്ന മിനിങ്ങിലേക്ക് സ്വാഗതം. നാദിർഷിക ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ജഡ്ജസ്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരെയാണ്. സ്വാഗതം. മിന്ന മിനിങ്ങിന്റെ ശക്തി നിങ്ങൾ പ്രേക്ഷകർ ഓരോരുത്തരുമാണ്. നിങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ മിന്ന മിനിങ്ങിന്റെ ഈ സംഗീത യാത്രയിലേക്ക്. മിന്ന മിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആദ്യ കണ്ടസ്റ്റന്റ് സ്വാതിയാണ്. ശരിക്കും മിന്ന മിനിങ്ങിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മണിച്ചേട്ടന്റെ പാട്ടുകൾ തന്നെയാണ്. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ടുകൾ കോർത്തിണക്കിയ നല്ല ഒരു സംഗീത വിരുന്നുമായിട്ടാണ് സ്വാതി ഇവിടെ എത്തുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം സ്വാതിയെ. സ്വാതി ഹായ്. ഹായ്. രണ്ടാം ഘട്ടത്തിലെ 4ാമത്തെ റൗണ്ടാണ്, ലാസ്റ്റ് റൗണ്ടാണ് അല്ലേ? മണിച്ചേട്ടന്റെ പാട്ടാണ്. ഏത് പാട്ടാ പാടുന്നത്? ഞാൻ കൊണ്ടുവന്ന പൊൻകതിരന്റെ. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം.
കൊടുക്കുന്നല്ല പൊന്നുരുളി കണ്ണിലുണ്ണിയായി കാത്തരുളിയിടുന്ന കണ്ണമ്പുഴമ്മയ്ക്ക് പൊൻകുരുതി നേരം പോയടി മാനം ചുവന്നടി സൂര്യൻ പടിഞ്ഞാറ് ചെങ്കനലായി നേരെ നിന്നൊന്നു കാണാതിരുന്നപ്പോൾ എന്റെ മനസ്സെന്നും ചെങ്കനലായി പൂലേല പൂലേല ചെന്തിക്കൊഴിക്കണ പൂലേല 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 ചെന്തിക്കൊഴിക്കണ പൂലേല നിന്നെ നോക്കുന്ന പൊന്നമ്മ ദേവിക്ക് ഞാൻ കൊടുക്കുന്നല്ല പൊന്നുരുളി കണ്ണിലുണ്ണിയായി കാത്തരുളിയിടുന്ന കണ്ണമ്പുഴമ്മയ്ക്ക് പൊൻകുരുതി നേരം പോയടി മാനം ചുമന്നടി സൂര്യൻ പടിഞ്ഞാറ് ചെങ്കനലായി നേരെ നിന്നൊന്നു കാണാതിരുന്നപ്പോൾ എന്റെ മനസ്സെന്നും ചെങ്കനലായി ഞാൻ കൊണ്ടുവന്ന പൊൻകതിരന്തടി പൊന്നോ മനക്കിളി പൂലേല ഞാറുകൊട്ട തലയിൽ വെച്ചോടണ കുഞ്ഞോ മനപ്പെണ്ണ് പൂലേല കുന്തിച്ചാടി കുടുങ്ങി നടക്കണ കുഞ്ഞോ മനപ്പെണ്ണ് പൂലേല അന്തി നേരത്ത് വാരി പറക്കല്ലേ പൊന്നോ മനക്കിളി പൂലേല 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 ചെന്തിക്കൊഴിക്കണ പൂലേല ആ പൂലേല പൂലേല ചെന്തിക്കൊഴിക്കണ പൂലേല 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 ചെന്തിക്കൊഴിക്കണ പൂലേല ആ പൂലേല പൂലേല ചെന്തിക്കൊഴിക്കണ പൂലേല സ്വാതി, എന്തോ എന്ത് എനർജി ആയിരുന്നു പാട്ട്. മണിച്ചേട്ടന്റെ പാട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ഒരു ഊർജ്ജമായിരിക്കും അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിലെ സ്വാതിയും ആ ഒരു ഊർജ്ജത്തിൽ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് മാർക്സിൽ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം, ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കാം. കുപ്പുസ്വാമി സാർ, ஒரு நல்ல நாடன் பாட்டு கேட்ட திருப்தியாയി. நல்ல நல்ல பாட்டு, நன்னா பாட்டு. இதுல ஒரு விசேஷம் இந்த பாட்டுல நான் கண்டு, இந்த எடுப்பு, இந்த தாளத்திட்ட பாட்டின எடுப்பு வித்தியாசமாய் ஒன்று அரையிடம் இல்லை காலடம் இருக்கு. இது ஒரு வித்தியாசமான எடுப்பாரு. இப்போ நானும் முயற்சி செஞ்சு பார்க்குறேன், நீங்கள் பாடுறீங்க, எனக்கு வரையில. அதுதான் நாடன் பாட்டுன்ற சிறப்பு. நல்லா இருக்கு. ஆமாம், குட். താങ്ക് യു സർ. മഹതി മാം, നന്നായി പാടി സ്വാതി. താങ്ക് യു മാം. നല്ല നല്ല വോയിസ് ത്രോ ചെയ്ത് നന്നായി പാടി. സ്വാതിയുടെ ഡെലിവറി ഓഫ് ദ സോങ് വാസ് വെരി നൈസ് ആൻഡ് കോറസ് നന്നായിട്ടുണ്ടായിരുന്നു. ആ കൂടി നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. നാദർഷക്ക, സ്വാതി ആദ്യം വന്ന് കണ്ട സ്വാതി അല്ല ഇപ്പോൾ. താങ്ക് യു സാർ. വളരെ ചേഞ്ച് ഉണ്ട്. ഓരോ ദിവസം ചെല്ലുന്നതോറും അല്ലെങ്കിൽ ഓരോ പെർഫോമൻസിലും സ്വാതിക്ക് അതിൻ്റെ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു സിഗ്നലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ കോൺഫിഡൻസ് സാധാരണ സ്റ്റേജിൽ ഇതിനു മുമ്പ് പെർഫോം ചെയ്തിരുന്നതിനേക്കാൾ നന്നായിട്ട് ഇനി നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ മറ്റുള്ള ലൈവ് സ്റ്റേജുകളിൽ നിങ്ങൾക്ക് പറ്റും. കാരണം അതിന് ഈ മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന ഈ ഷോ ഒരുപാട് ഇതിലെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഇനി മുന്നോട്ട് പോകുന്നവർക്കും ഇതുവരെ പങ്കെടുത്തവർക്കും എല്ലാവർക്കും അതിനുള്ളൊരു ധൈര്യം നമുക്ക് തരാൻ പറ്റി എന്നുള്ള, അല്ലെങ്കിൽ ഈ വേദി ഒരുക്കി തന്നു കൈരളി TV അത് നിങ്ങൾക്ക് നൽകി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു അക്ക. സ്വാതി, എന്തോ അപ്പൊ നല്ല കമന്റ്സ് ആണ്. ഈ പറഞ്ഞ മാതിരി സ്വാതി ഓരോ റൗണ്ട് ചെല്ലുമ്പോഴും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇനിയും മുന്നോട്ടുള്ള സംഗീത യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും പറയുന്നതിന് മുമ്പ് നമുക്ക് മാർക്സ് ചോദിക്കാം. കുപ്പുസ്വാമി സാർ, ഔട്ട് ഓഫ് 30 27. താങ്ക് യു സാർ. മഹതി മാം 27. താങ്ക് യു മാം. നാദർഷക്ക 28. താങ്ക് യു സാർ. താങ്ക് യു ജഡ്ജസ്. അപ്പൊ 90-ല് 82 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല മാർക്സ് ആണ്. അപ്പൊ സ്വാതി, ഇനി അങ്ങോട്ട് പോകും തോറും ഈ മാർക്സ് കൂടുക എന്നുള്ളതല്ലാതെ കുറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. മിന്നാമിനിങ്ങിന്റെ ഈ ഒരു വേദി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാണുന്നൊരു കലാഭവൻ മണിച്ചേട്ടനോടുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ ജനതയുടെ ആത്മാവിഷ്കാരമായി മാറിയ കൈരളി TV ശരിക്കും മണിച്ചേട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു നാടൻ പാട്ടിന്റെ അരങ്ങാണ്. മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന 5 സുഹൃത്തുക്കൾ മിന്നാമിനിങ്ങിന്റെ ഈ വേദിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ കിട്ടിയത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ലോകത്ത് മലയാളികൾക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന്. അപ്പോൾ എന്താണ് മണിച്ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഞങ്ങളോട് എല്ലാവരോടും നല്ലൊരു സ്നേഹമായിരുന്നു. അത് ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണ്ടെന്ന് അറിയില്ല. നന്നായി സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ അതുപോലെ ആത്മാർത്ഥമായിട്ട് തിരിച്ചും എല്ലായ്പ്പോഴും. മണിച്ചേട്ടനോടൊപ്പം ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.
അപ്പോൾ അതിലേതെങ്കിലും മണിച്ചേട്ടനെ ഓർക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഇപ്പോൾ മിന്നാമിനിങ്ങിന്റെ വേദിയിൽ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ? എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ന്യൂമോണിയ ഇൻഫെക്ഷൻ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അമൃതയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരാഴ്ചക്കാലം ICUവിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് എന്നെ കാണാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ലാത്തൊരു സമയത്ത് പോലും എനിക്ക് ആളെ കണ്ടപ്പോൾ ഒരു ഓർമ്മയുണ്ടായിരുന്നു ചെറിയ ആള്. നമുക്ക് നല്ലൊരു എനർജിയും നീ ധൈര്യമായിട്ട് നിനക്കൊന്നും വരില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ തിരിച്ചു വന്നു. പിന്നെ വീട്ടിൽ വരുമ്പോഴും ആളിടയ്ക്ക് വിളിക്കും. നമ്മളാള് വരണമെന്നെങ്കിൽ വരണ്ടാന്ന് പറയാം. ആൾക്ക് തിരക്കും കാര്യങ്ങളുള്ള കാരണം വരണ്ടാന്ന്. എന്നാലും ആള് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞാൻ നിനക്ക് പൈസ വല്ലതും വേണം, നീ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, പിന്നെ മത്തി മേടിച്ച് കഴിക്കാൻ പാടുള്ളൂ, പിന്നെ നിനക്ക് വേണ്ടി ഞാൻ വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട്, കണ്ണമ്പഴം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇത്രയും തിരക്കുള്ള ഒരാൾക്ക് നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്നാലും ആളത്ര ഞങ്ങളെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ മണിച്ചേട്ടന്റെ സൗഹൃദത്തെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിന്നാമിനിങ്ങിന്റെ ഈ വേദിയിൽ വന്ന് ഈ ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിനും ഇവിടെ വന്നതിനും നന്ദി അറിയിക്കുകയാണ്. സുഹൃത്തുക്കളോട് എല്ലാവരോടും നന്ദി. ശരിക്കും മിന്നാമിനിങ്ങിന്റെ വേദി എന്ന് പറയുമ്പോൾ മണിച്ചേട്ടന്റെ ഒരു പ്രസൻസ് നമുക്ക് ഇവിടെ എല്ലായിടത്തും ഫീൽ ചെയ്യാൻ പറ്റും. ഓരോ ഗാനം കേൾക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ശരിക്കും ഒരു സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് പല ഘട്ടത്തിലും. അപ്പോൾ ആ ഒരു ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും ശിരസ് നമിക്കുകയാണ്. നമുക്ക് മിന്നാമിനിങ്ങിന്റെ അടുത്ത കണ്ടസ്റ്റന്റ് റെഡിയാണ്. പക്ഷെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം തിരിച്ചു വരാം ഓൺ മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വെൽക്കം ബാക്ക് ടു മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് ഭൂമിക റൗണ്ടിലേക്കാണ്. നമുക്കറിയാം ഭൂമിക എന്ന് പറയുമ്പോൾ ഓരോ ദേശത്തെയും ഓരോ പ്രദേശത്തെയും മുഴുവൻ എസൻസും ഊറ്റിയെടുത്തിട്ടുള്ള പാട്ടുകളാണ് ഓരോ മത്സരാർത്ഥികളും ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭൂമിക റൗണ്ടുമായി അടുത്ത് വരാൻ പോകുന്നത് നിസാറുദ്ദീൻ ഷായാണ്. ലെറ്റ്സ് വെൽക്കം നിസാറുദ്ദീൻ ഓൺ ടു ദ സ്റ്റേജ്. നിസാറുദ്ദീൻ ഹായ് ചേച്ചി. ഹായ്. ഭൂമിക റൗണ്ടാണ്. ഏത് പാട്ടാണ് പാടുന്നത്? തൃശ്ശൂരിനെ കുറിച്ചുള്ള പൂരങ്ങളുടെ പൂരം എന്നുള്ള സോങ് ആണ് പാടുന്നത്. അപ്പോ നന്നായിട്ട് പെർഫോം ചെയ്യൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. പിന്നെ ചേച്ചി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തന്നെ കാരണക്കാരനായിട്ടുള്ള മണിച്ചേട്ടൻ്റെ നാട്ടിൽ ജനിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് തന്നെ പാടുകയാണ് മണിച്ചേട്ടന് വേണ്ടിയിട്ട് തന്നെ. ഓക്കെ, പാടിക്കോളൂ. താങ്ക് യു. പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിനു പുലിയിറങ്ങണൊരു ഊര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കരയേഴു മുട്ടുക്കു പേര്, കാണണമെങ്കിൽ കാണണം വെടി ശിവപൂര്. പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിനു പുലിയിറങ്ങണൊരു ഊര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കരയേഴു മുട്ടുക്കു പേര്, കാണണമെങ്കിൽ കാണണം വെടി ശിവപൂര്. നാടിനൊത്ത നടുവില് പച്ചക്കോട പിടിക്കണ കാട്, വട്ടത്തില് കൂടുവാനവിടവുണ്ടൊരു പാട്, തേക്കിൻ കാടെന്ന് പറഞ്ഞു പോരണ പേര്, കൂടണമെങ്കിൽ കൂടണം ഗടി ശിവപൂര്. നീയും പോരെ തൃശിവപേരൂർ പൂരം കാണാൻ.
പൂരം കളിയാടണ മൃഗശാല. കമ്പക്കെട്ടിലും കമ്പമുള്ളവരേറെ ചങ്കിടിപ്പിൻ്റെ ഒച്ചയുത്സവ ചിന്ത കൊട്ടണ പോലെ എത്ര പറഞ്ഞാലും പറയാത്തതൊത്തിരി വേറെ പോകണമെങ്കിൽ പോകണം ഗടി ശിവപൂര്. കാന്തേ നീയും പോരെ ശിവപേരൂർ പൂരം കാണാൻ. കാന്തേ നീയും പോരെ ശിവപേരൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമെനിക്കൊന്ന് കൂടണ കാന്ത. കാന്തേ നീയും പോരെ ശിവപേരൂർ പൂരം കാണാൻ. കാന്തേ നീയും പോരെ ശിവപേരൂർ പൂരം കാണാൻ. നിസാറുദ്ദീൻ, ഹായ് ചേച്ചി. ശരിക്കും ഒരു തൃശ്ശൂർ പൂരത്തിന് പോയൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു. ഞാൻ ഇടയ്ക്ക് കണ്ടു ഡാൻസ് ഇങ്ങനെ കളിക്കാൻ വന്നിട്ട് അത് കൺട്രോൾ ചെയ്ത് വേണ്ട പാട്ടിനെ ബാധിക്കോ വേണ്ട അധികം കളിക്കണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്നു. പക്ഷെ എന്നിട്ടും സ്റ്റേജ് മുഴുവൻ കവർ ചെയ്തു, അവർ എൻജോയ് ചെയ്ത് പാടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവരും എനിക്ക് ഒന്ന് ആസ്വദിച്ചെന്ന് തോന്നുന്നു. ഇനി ജഡ്ജസിന്റെ അടുത്താണ് ചോദിക്കേണ്ടത്, അവരാണ് ശരിക്കുള്ള കമന്റ്സ് പറയേണ്ടത്. നാദർഷക്ക, നിസാറെ നന്നായിരുന്നു. താങ്ക് യു. നിസാറ് ഗാനമേളയ്ക്ക് പാടാൻ ഈ പാട്ട് ഇല്ല അത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് പാടുന്നത്. ഇത് പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ബിജുപാലിന്റെ സംഗീതം, ജയേന്ദ്രൻ സാറ് പാടിയ പാട്ടാണ്. അത് വളരെ ഓളത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു വെടിക്കെട്ടിന്റെ ആരവവും ബഹളവും ഒക്കെ ഉണ്ടാക്കി നിസാറ് പാടി. താങ്ക് യു. അതൊരു നല്ല പെർഫോമൻസ്. നിങ്ങളുടെ കോറസ് പാടിയവരും അതിനെ സപ്പോർട്ട് ചെയ്തവരും ഓർക്കസ്ട്രയും എല്ലാം കൂടി ഒരു ആനച്ചന്തം പൂരത്തിന് ആന ഇങ്ങനെ നിരന്നിക്കും പോലെ നമുക്ക് ആ കിട്ടുന്ന ഒരു ഫീല് പാട്ടിലൂടെ തന്നു. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു അക്ക. മഹതി മാം, അസലായിരുന്നു നിസാർ. താങ്ക് യു മാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഈ പാട്ട് ഞാൻ കേൾക്കുന്നത്. അപ്പോഴാണ് നാദർക്ക പറഞ്ഞത് ഫിലിമിൽ വന്നിട്ടുള്ള ഒരു പാട്ടാണെന്ന്. എനിക്കിതിൻ്റെ വിഷ്വൽസും കൂടി കാണണമെന്ന് ഒരു ആഗ്രഹം തോന്നുന്നു. ഇവിടെ തന്നെ ഒരു നല്ല ഒരു സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. തൃശ്ശൂരിൽ ഈ പൂരം കാണാൻ പോയിട്ടുള്ള ഒത്തിരി മെമ്മറീസ് എനിക്ക് അങ്ങനെ ഒരു നോസ്റ്റാൾജിയ പോലെ ഇങ്ങനെ വരായിരുന്നു. ബിക്കോസ് അവിടെ ഒരു ബാങ്കിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞങ്ങൾ സാമ്പിൾ വെടിക്കെട്ട് കാണുക. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഒരു കാലത്ത്. മിമിക്സിന്റെ തുടക്കം എന്ന് പറഞ്ഞ കലാഭവൻ, കൊച്ചിൻ കലാഭവനൊക്കെ ഉണ്ടാക്കിയിട്ട് സിദ്ദിഖ് ലാൽ ആ ഗ്രൂപ്പ് അവരെല്ലാം മിമിക്സ് പരേഡ് തുടങ്ങുന്നത് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആംബിയൻസ് ചെയ്തിട്ടായിരുന്നു.
വീണ്ടും ഒരു പൂരത്തിന് പോയ ഒരു ഇഫക്റ്റ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നിൽക്കുന്ന. എനിക്ക് 2 പ്രാവശ്യം പൂരം കണ്ട ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു. സോ എല്ലാവർക്കും ഐ തിങ്ക് ഇത് കാണുന്ന എല്ലാ തൃശ്ശൂർക്കാർക്കും എൻ്റെ വക ഒരു ഹായ്. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി സൈഡിലുള്ള എല്ലാ റിലേറ്റീവ്സിനും ഒരു വലിയൊരു ഹായ് പറയുന്നു. നടേശൻ മാഷിന് പ്രത്യേകം എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. താങ്ക്സ് നിസാർ, തൃശ്ശൂരിനെ പറ്റിയ ഒരു പാട്ട് പാടിയതിന്. താങ്ക് യു. താങ്ക് യു മാം. കുപ്പുസ്വാമി സാർ நன்னாய் பாடி താങ്ക് യു സാർ. பிரமாதம். அந்த கேட்கும்போது நான் திருச்சூர் கோயில்ல ஆனால் பின்னாடி வரக்கூடிய அந்த பிக்சர்லாம் பார்க்குறப்போ ஓ இதுதான் கேரளத்தின் அடையாளமோ அப்படிங்கிற அளவுக்கு அந்த கொம்பு, அந்த ஜண்டை, அந்த யானை, அந்த வெடி, கோயில் எல்லாத்தையும் மீறின ஒரு பக்தி எல்லாமும் தரக்கூடிய அந்த திருச்சூரை கண் முன்னால் இந்த பாட்டு கொண்டாந்து நிறுத்தி இருக்குது. ரொம்ப அழகாக பாடினீங்க. താങ്ക് യു സാർ. ஆனால் நன்னா இருந்தது. താങ്ക് യു സർ. നിസാറുദ്ദീൻ, ജഡ്ജസ് എല്ലാം നല്ല കമന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഇക്ക എത്ര മാർക്കാണ് 30-ല്? 29. താങ്ക് യു സാർ. മഹതി മാം 29. താങ്ക് യു. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ ഞാനും അതേ 29. താങ്ക് യു സാർ. താങ്ക് യു ജഡ്ജസ്. അപ്പൊ 90-ല് 87 മാർക്സ് ആണ്. നല്ല മാർക്സ് ആണ്. ശരിക്കും ഭൂമിക റൗണ്ടിൽ വന്ന് തൃശ്ശൂരിനെ മുറുകെ പിടിച്ചെങ്കിലും തൃശ്ശൂര് കൈവിട്ടില്ല, കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വെൽക്കം ബാക്ക് ടു മിന്നാമിനുങ്ങ് പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അടുത്ത് വരാൻ പോകുന്ന റൗണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു കുളിർ മഴ പെയ്യിക്കാനായിട്ട് മെലഡി റൗണ്ടാണ്. മെലഡി റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ആ ഒരു പാട്ടിൽ ഇങ്ങനെ ലയിച്ച്, അല്ലെങ്കിൽ ആ ഒരു വരിയിലും സംഗീതത്തിലും ഒക്കെ ലയിച്ച് നമ്മുടെ മനസ്സിങ്ങനെ അതിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ആ പതിവ് തെറ്റിക്കുന്നില്ല. നമുക്ക് വേണ്ടി ഇന്ന് മെലഡി റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നത് കൃതികയാണ്. ലെറ്റ്സ് വെൽക്കം കൃതിക. കൃതിക ചേച്ചി, മെലഡി റൗണ്ടാണ്. അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? ഞാൻ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ള സോങ് ആണ് പാടുന്നത്. ഓക്കെ, നല്ല ഡ്രസ്സാണ്. ഞാൻ വന്നപ്പോഴേ ആ ഒരു കളറാണ് ആദ്യമേ ഇങ്ങനെ നോക്കിയത്, ബ്രൈറ്റ് ഓറഞ്ച്, നല്ല കളർ. അപ്പം ഈ സെഷനിലെ അവസാനത്തെ റൗണ്ടാണ്, ലാസ്റ്റ് റൗണ്ടാണ്. അപ്പൊ നന്നായിട്ട് പാടുക, ബി കോൺഫിഡന്റ്. താങ്ക് യു. രാരിക്കന്താരോ രേരിക്കന്തേരേരോ, രാരിക്കന്താരോ രേരിക്കന്തേരേരോ, രാരിക്കന്താരോ രേരിക്കന്തേരേരോ, രാരിക്കന്താരോ രേരിക്കന്തേരേരോ. ഇടി
ചെറുവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മലവെള്ളം വന്നാൽ നമ്മൾ മറുമല കേറും ചെറുവെള്ളം വന്നാൽ നമ്മൾ ചെറുമുകളേറും രാരിക്കന്തരാരോ രേരിക്കന്തരേരോ രാരിക്കന്തരാരോ രേരിക്കന്തരേരോ പടിയടച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി കുടിയൊഴിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി പടിയടച്ചാലേ നമ്മൾ പടനയിക്കൂലേ കുടിയൊഴിച്ചാലേ നമ്മൾ കുടിയെടുക്കൂലേ രാരിക്കന്തരാരോ രേരിക്കന്തരേരോ രാരിക്കന്തരാരോ രേരിക്കന്തരേരോ மழை வரும் முன்னே மழை வரும் முன்னே மயூர ஆட்டத்தை போல மழை வரும் முன்னே மயூர ஆட்டத்தை போல நின்ற மனசில் நிற்குన్న கானம் கேட்டு மகிழ்ந்தேன் நான். மனசில் நிற்குన్న பாட்டு கேட்டு மகிழ்ந்து போனேன் யார் മനസ്സിൽ നിൽക്കുന്ന ഗാനം കേട്ട് മഴന്നു പോനേൻ ഞാൻ. അരുമയ്யான പാട്ടല്ലോ അഴകാന പാട്ടല്ലോ അടട അടട എന്ന சொல்லும் சூப்பர் சூப்பர் சூப்பர். அது எனக்கு எப்படி தோணுச்சுன்னா இந்த மழை பெய்யும்போது ஒரு சில்லுன்னு ஒரு ஜில்லா போயிருக்கு இல்லையா. அப்போ நாங்கள் கிராமத்தில் என்ன செய்வோம், மழை பெய்யுது அப்படின்னு ஓடி போய் மழையில் நனைஞ்சிட்டு அந்த ஜில்லோட வந்து அப்படி ஏதாவது சாயா குடிச்சிட்டு ஏதாவது ஒரு வடை சாப்பிட்டுட்டு அப்படி போத்திட்டு தூங்குறது. அப்போ அந்த ஒரு ஃபீலிங்கு அப்படியே இந்த பாட்டில் அப்படி சில்லுன்னு ஆயிடுச்சு மனசு. அவ்வளோ அருமையான ஒரு பாட்டு. ஒரு நீங்கள் பாடின விதம் அதை விட ரொம்ப அருமையாக இருக்கு. நல்லா அனுபவிச்சு அப்படியே என்னத்த சொல்றது நான் இப்ப. அதாவது எவ்வளவு கவலை இருந்தாலும் சரி, எவ்வளவு டயர்ட்னஸ் இருந்தாலும் இந்த மாதிரி பாட்டை கேட்டா எல்லாம் பறந்தும். அப்படி ஒரு பாட்டு. நான் என்ன சொல்றதுன்னு இல்லை, நீங்க வந்ததுல இருந்து கிருத்திகா வந்ததுல இருந்து எல்லா பாட்டுமே அருமையா இருக்கு. அதை வந்து இன்னும் கரெக்டா கொண்டு வரணும். என்ன கவனம் செலுத்தினா நல்லா எங்கேயோ இருக்கலாம். கிருத்திகாவுக்கு சிறந்த ஒரு ஃபியூச்சர் இருக்கு. அது அப்பையிலேருந்து நான் சொல்றேன். அது താങ്ക് യു സർ. മഹതി മാം. കെ നന്നായി പാടി. താങ്ക് യു മാം. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു പാട്ട്, എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ദിവ്യയ്ക്ക് ഞാൻ പാടിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് എനിക്ക് ഓർമ്മ വന്നു. உனக்கென்ன வேணும் சொல்லு, உலகத்தை காட்டச் சொல்லு, പുതുവിധം പുതുവേഗം തേടിപ്പോർവോമേ. എനിക്ക് ആ പാട്ടാണ് ഓർമ്മ വന്നത്. രാവിലെ തൊട്ട് നമ്മുടെ ആങ്കർ ദിവ്യ ഈ പാട്ടിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അടുത്ത്. എനിവേസ് ഈ ഗ്രൂവ് കേട്ടപ്പോൾ എനിക്ക് ആ പാട്ടും കൂടി ഓർമ്മ വന്നു. നല്ല ഫീലായിരുന്നു മോളെ. ആസ് എൻ മോളുടെ വോയിസ് നല്ല ഭംഗിയായിരുന്നു. ചില സ്ഥലത്ത് സ്ട്രെയിൻ തോന്നിച്ചു. ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പെർഫോമൻസസിൽ വെച്ച് ഒരു പെർഫോമൻസിൽ വോയിസ് നല്ല ക്ലാരിറ്റി നന്നായിട്ട് ത്രോ ചെയ്ത് പാടിയപ്പോൾ ബാക്കി എല്ലാത്തിലും ആ കരകരപ്പ് കുറച്ച് കയറി വന്നു അല്ലേ.
Otherwise, it was very beautiful. All the best to you. താങ്ക് യു. താങ്ക് യു മാം. നാദർഷിക, പ്ലസ് മൈനസ് ഒക്കെ അവരെല്ലാവരും പറഞ്ഞില്ലേ, നല്ല മനസ്സിലായി. ഇതിൽ മോള് പാടിയിരുന്ന സമയത്ത് മുമ്പ് നമ്മുടെ നിറകുടം എന്ന് പറയുന്ന ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു കുറേ അന്നത്തെ കാലത്ത് ഭയങ്കര ഹിറ്റായിട്ട് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേൾക്കാതെ പോയൊരു പാട്ടുണ്ട്. അതിൻ്റെ റിതം ഞാൻ ഇതേ രാഗത്തിൽ തന്നെ നമ്മുടെ ജയവിജയ് മാഷ് മ്യൂസിക് ചെയ്ത പാട്ടാണ്. ചിങ്ങവനത്താഴത്തെ കുളിരും കൊണ്ടേ ചിങ്ങവനത്താഴത്തെ കുളിരും കൊണ്ടേ ചില്ലിമുളം കാടേറി പോകും കാറ്റേ ഇപ്പ വിഴപ്പാടത്ത് നീയും വായോ പൊന്നാര്യം പൂങ്കണ്ടം കൊയ്യാൻ വായോ ചിങ്കവനത്താഴത്തെ കുളിരും കൊണ്ടേ ചില്ലിമുളം കാടേറി പോകും കാറ്റേ ഇപ്പ വിഴപ്പാടത്ത് നീയും വായോ പൊന്നാര്യം പൂങ്കണ്ടം കൊയ്യാൻ വായോ. അങ്ങനെ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ട് ഈ പാട്ട്? ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ടാ ആണോ? അപ്പൊ നമ്മളൊക്കെ ഒരേ പ്രായമാണ്. ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ, കേട്ടിട്ടുണ്ടെന്ന് വെച്ച്. അത് ആ പാട്ടിന് ഓർമ്മ വന്നു, കാരണം അതൊക്കെ മറന്നു കിടക്കുന്ന പാട്ടായിരുന്നു. കാരണം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കുറേ പാട്ടുകൾ, പഴയ പാട്ടുകൾ ഗാനമേളയ്ക്കും കാര്യത്തിനൊക്കെ എടുക്കാറുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വല്ലപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സെലക്ഷൻ നമ്മുടെ ഓർമ്മയിൽ വരുന്നത്, നമ്മൾ വീണ്ടും അത് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെലക്ഷൻ തന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു അക്ക. കൃതിക, എല്ലാവരും നല്ല കമന്റ്സ് ആണ് പറഞ്ഞത്, അതിന്റെ കൂടെ കുറച്ച് കറക്ഷൻസും പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് മാർക്സ് അറിയാം. കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30 29. താങ്ക് യു സർ. മഹതി മാം 28, Kritika. താങ്ക് യു. ഇക്ക എത്ര മാർക്ക്? 28. താങ്ക് യു ജഡ്ജസ്. അപ്പൊ 90-ൽ 85 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനിയുള്ള ഇപ്പം ലാസ്റ്റ് റൗണ്ട് ആയിരുന്നു അല്ലേ? അപ്പം ഇനിയും റൗണ്ട്സ് വരാനുണ്ട്. അപ്പം ആ ഒരു ഘട്ടത്തിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മിന്ന മിനുങ്ങ്, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ കൃതികയുടെ ആ മനോഹരമായ ഗാനത്തിന് ശേഷം നമുക്ക് അടുത്തതായി വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് പെർഫോമൻസ് ആണ്. നമുക്ക് ആസ്വദിക്കാം. കഞ്ചക്കടമ്പനെ കതിർഗാമവേലനെ എട്ടുക്കുടി മുരുകനെ മുത്തുക്കുമാരനെ തിത്തിക്കുമയ്യനെ മുരുകനെ മാൽമരുകനെ ആറുപടി വീട് തന്നിൽ പേരുடைய ദൈവമേ ആദരവ് ദാനമയ്യ ആറുമുഖமாக வந்து கருளாட்சி செய்திடும் அப்பனே சரணமையா.
எட்டுக்குடி வேலா சுப்பையா எங்களை பாருமையா பால் கட்டி எடுத்து வந்தோம் சுப்பையா காத்திட வேணுமையா பால் கட்டி எடுத்து வந்தோம் சுப்பையா காத்திட வேணுமையா நேத்து கொடுத்த பணம் சுப்பையா நெல்லுக்கு சொந்தமில்லை நேத்து கொடுத்த பணம் சுப்பையா நெல்லுக்கு சொந்தமில்லை அதை மாத்தி கொடுமையா சுப்பையா மாலையும் வேலவரே அதை மாத்தி கொடுமையா சுப்பையா மாலையும் வேலவரே தன்னரே தன்னானே 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 தன்னரே தன்னானே 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 தானே தன்னானே 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 தானே தன்னானே அரோரா தங்க கபடியாம் சுப்பையா தாங்கி நடக்கையில தங்க கபடியா சுப்பையா தாங்கி நடக்கையில தனக்கு வேணுமென்று வள்ளி வந்து தட்டி பறிப்பாளா தனக்கு வேணுமென்று வள்ளி வந்து தட்டி பறிப்பாளா தங்க கபடியாம் சுப்பையா எதி நடக்கையில தனது கபடியா சுப்பையா எதி நடக்கையில எனக்கு வேணுமென்று வள்ளி வந்து எட்டி பறிப்பாளா எனக்கு வேணுமென்று வள்ளி வந்து எட்டி பறிப்பாளா അപ്പൊ മിന്നാമിനുങ്ങിന്റെ ഇന്നത്തെ സംഗീതയാത്ര അവസാനിപ്പിക്കാനുള്ള സമയമായി. എത്ര പെട്ടെന്നാണല്ലേ സമയം പോയത്. അപ്പോൾ ഓരോ റൗണ്ട്സ് കഴിയും തോറും ഓരോ മത്സരാർത്ഥികളും വളരെയധികം ശക്തിയോടുകൂടി തന്നെ ഓരോ റൗണ്ട്സും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശക്തമായ കാഴ്ചകളുമായി അല്ലെങ്കിൽ ശബ്ദവിസ്മയങ്ങളുമായി നമുക്ക് വീണ്ടും എത്താം മിന്നാമിനുങ്ങിന്റെ മറ്റൊരു അധ്യായത്തിൽ. അതുവരെ നന്ദി, നമസ്കാരം.